ഇടുക്കി വിഷൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് നമ്മളുടെ വീട്ടിലെ വിശേഷ അവസരങ്ങളിലൊക്കെ വേഗത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടു നോക്കിയാലോ. നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും കേട്ടോ. കേക്ക് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. നല്ലൊരു ബേസ് ഉണ്ടാവുകയാണെങ്കിൽ, അതായത് കേക്ക് നമ്മളുടെ സ്പോഞ്ച് നന്നാവുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നമ്മുടെ ഫംഗ്ഷനൊക്കെ കേക്ക് ഉണ്ടാക്കാം. ഇതേ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതിയാകും. നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ. പിന്നെ കേക്ക് ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളത് നല്ലൊരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ നല്ല ഡിമാൻഡാണ് ഹോം മെയ്ഡ് കേക്കിനൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ആദ്യമായിട്ട് വേണ്ടത് മൈദയാണ്. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ മൈദയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മളുടെ ബേക്കിംഗ് പൗഡർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റണം. ഞങ്ങളിവിടെ ഇങ്ങനെയാണ് അരിച്ച് മാറ്റിയിരിക്കുന്നത്. കണ്ടോ, 2 പേപ്പർ ഇങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 വട്ടമെങ്കിലും നന്നായിട്ട് നമുക്ക് അരിച്ച് മാറ്റണം കേട്ടോ. കാരണം ഈ അരിക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് നമ്മളുടെ കേക്ക് മിക്സായി വരണം. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ കണ്ടോ, അതുപോലെ നന്നായിട്ട് അങ്ങ് അരിച്ച് മാറ്റി വെക്കുക. ഞങ്ങളിവിടെ 3 വട്ടം അരിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ, ഒരു പേപ്പർ ഇട്ടിട്ട് ചെയ്യുവാണെങ്കിൽ അവിടെയൊന്നും ആവത്തുമില്ല. നമുക്ക് വേഗം തന്നെ ക്ലിയർ ആക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ വേണ്ടത് 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണേ. അപ്പോൾ അതും കൂടി നമുക്ക് റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര പൊടിച്ച് മാറ്റി വെക്കണം. 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് 1 കപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മളുടെ കേക്കിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ബാക്കി 1/2 കപ്പ് പഞ്ചസാര നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പം 1.5 കപ്പ് പഞ്ചസാര എടുക്കുക. പിന്നെ മധുരമൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ കറക്റ്റായിട്ട് എത്രയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു അളവിലെടുത്താൽ മതിയാകും. ഇനി നമുക്ക് നമ്മളുടെ കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കാം. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും നല്ല കട്ടിയുള്ളതായി ഇതുപോലെയുള്ളൊരു പാത്രം എടുത്താൽ മതിയാകും. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കേക്ക്. ഈ 1 കപ്പ് മൈദയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 4 കോഴിമുട്ടയാണ്. നമ്മളുടെ സാധാരണ നോർമൽ ഫ്രിഡ്ജിൽ വെക്കാത്ത കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ബീറ്റ് ചെയ്യുന്നത് ഒരു ബീറ്ററിൻ്റെ സഹായത്തോടെയോ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചോ ചെയ്യാം. ബീറ്റർ വെച്ചിട്ടായിരിക്കും കേട്ടോ കുറച്ചും കൂടി കേക്കിനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നന്നായിട്ട് പതഞ്ഞ് വരണം അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഇവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മളുടെ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വരണം കേട്ടോ. നല്ല പതഞ്ഞ് ആ മുട്ടയുടെ കളറൊക്കെ ഒന്ന് മാറി വരും. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബീറ്റർ ഇല്ലയെന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിലുള്ള ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചോ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഈ മുട്ട പതപ്പിച്ചതിനേക്കത്ത് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് കുറേശ്ശെയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ആ പൊങ്ങി വന്ന ആ മുട്ടയുടെ പതയൊന്നും മാറാത്ത രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മളുടെ ഓയിലും കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 6 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. എല്ലാം കൂടി സ്പീഡിൽ ചെയ്തെടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേക കാര്യമാണ്. കാരണം നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കേക്കിൻ്റെ ബേസ് കിട്ടിയാൽ മാത്രമാണ് നമ്മളുടെ കേക്ക് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ മിക്സിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വരണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്.
ഇനി നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിനകത്ത് വെച്ചും ബേക്ക് ചെയ്യാം. ഞാനിവിടെ 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഐസിങ് ചെയ്യണം. തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്യാം. ലെയറായിട്ട് മുറിച്ച് മാറ്റിയതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. പിന്നെ അതിൻ്റെ ഒന്ന് വെറ്റായി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റോ അല്ലെങ്കിൽ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റോ ഏതെങ്കിലും ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ വേണ്ടത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം 1 കപ്പ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആദ്യമായി മാറ്റി വെച്ചിരുന്ന 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുക. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് നല്ല പീക്കായിട്ട് വരണം കേട്ടോ. അതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മളുടെ വിപ്പിംഗ് ക്രീമും റെഡിയായി. അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മാത്രം നമ്മളുടെ കേക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ നല്ല ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ലെയറായിട്ട് മുറിച്ചെടുത്ത മാറ്റിയതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. നമ്മളുണ്ടാക്കുന്ന കേക്കിൻ്റെ വലിപ്പം അനുസരിച്ച് നമ്മളുടെ എത്ര ലെയറാണ് വേണ്ടതെന്ന് തീരുമാനിക്കാം കേട്ടോ. ഞാനിവിടെ 3 ലെയറിലാണ് ചെയ്യുന്നത്. എൻ്റെ അനിയത്തിയാണ് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും. അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. പിന്നെ നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കളർ ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ജെൽ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു പിങ്ക് കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലൊരു കളറായിരുന്നു. നമുക്ക് ഇതുപോലെ കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ? ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പോ അല്ലെങ്കിൽ കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുക. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമും കൂടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നന്നായിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. വിപ്പിംഗ് ക്രീം നല്ലത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. നല്ല രുചിയുമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞങ്ങളുടെ അടുത്ത് വൈറ്റ് ചോക്ലേറ്റ് സ്റ്റോക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിടുമ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ സൈഡ് വശത്തും ഇതുപോലെ തന്നെ ലെയറായിട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ച് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞങ്ങളിത് വേഗത്തിലുണ്ടാക്കിയൊരു കേക്കാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു നോസിലെടുത്തിട്ട് നന്നായിട്ട് ആവശ്യത്തിനുള്ള ഡിസൈൻ ഏതാണെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇതുപോലെ ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു കേക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് കാര്യം. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല രുചികരമായ കേക്ക് ഇങ്ങനെ ഹോം മെയ്ഡ് വൈറ്റ് ഫോറസ്റ്റ് റെഡിയാക്കി എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നുണ്ടാക്കി നാളെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അത്രയും നേരം ആകുമ്പോൾ നമ്മുടെ കേക്ക് നല്ലൊരു ടേസ്റ്റ് വരും. അതുപോലെ തന്നെ എല്ലാ ഒരു മധുരവും ഒക്കെ നല്ല കറക്റ്റായിട്ട് ബാലൻസ് ആവുകയും ചെയ്യും. അപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഒക്കെ എല്ലാവരും ഒന്ന് ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.